നമുക്കിന്ന് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? MnO2ൽ Mnൻ്റെ ഓക്സീകരണാവസ്ഥ +4 ആണ് എങ്കിൽ Mn2O3ൻ്റെ Mnൻ്റെ ഓക്സീകരണാവസ്ഥ എത്ര? നമുക്കിവിടെ ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥ തന്നിട്ടുണ്ട്. എത്രയാണ്? -2. ഓക്കെ, അപ്പോൾ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് Mn2O3. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്താൻ നോക്കാം. ഇവിടെ എത്ര Mn ഉണ്ട്? നമുക്കിവിടെ Mnൻ്റെ താഴെ 2 എന്ന് കണ്ടോ. അപ്പോൾ നമ്പർ ഓഫ് Mn ആണ് ആ 2 സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ എത്ര Mn ഉണ്ട്? 2. ഓക്കെ, 2 ഇൻറ്റു നമുക്ക് ഓക്സീകരണ അവസ്ഥ അറിയാവോ Mnൻ്റെ? ഇല്ല അല്ലേ. അപ്പോൾ നമുക്കത് X എന്ന് കൊടുക്കാം. അറിയാത്തത് കൊണ്ട് X എന്ന് കൊടുത്തു. പ്ലസ് ഇനി അടുത്ത ഏത് മൂലകമാണ് ഇവിടെ ഉള്ളത്? ഓക്സിജൻ. എത്ര ഓക്സിജൻ ഉണ്ട്? 3 അല്ലേ. അപ്പോൾ 3 ഇൻറ്റു ഓക്സിജൻ്റെ ഓക്സീകരണ അവസ്ഥ എത്രയാണ്? -2. നമുക്ക് =0 എന്ന് കൊടുക്കാം. അപ്പോൾ 2 ഇൻറ്റു X 2X എന്ന് കിട്ടി. പ്ലസ് 3 ഇൻറ്റു -2 എത്രയാണ്? -6 എന്ന് കിട്ടി. ഓക്കെ, =0 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? 2X + -6 =0. അതിനുശേഷം 2X +6. എങ്ങനെയാണ് ഈ +6 കിട്ടിയത്? ഈ -6നെ നമ്മൾ ഈക്വൽറ്റിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അത് പ്ലസ്സായി മാറി. ഓക്കെ, മൈനസിനെ ഈക്വൽറ്റിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. ഇവിടെ -6നെയാണ് ഈക്വൽറ്റിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത്, അപ്പോൾ +6 ആയി മാറി. അതിനുശേഷം നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ. എക്സിൻ്റെ വാല്യൂ നമ്മൾ X അവിടെ തന്നെ വെച്ചു. 2 ഇൻറ്റു X ആണല്ലോ ഇവിടെ. അപ്പോൾ ഈ ഇൻറ്റു നമ്മുടെ ഈക്വൽറ്റിൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്കത് /2 എന്നാവും. അപ്പോൾ ഇവിടെ 6/2 എന്നായി. ഓക്കെ, 6/2 എന്താണ്? +3 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് എന്തായി കിട്ടും? +3 എന്ന് കിട്ടും. അപ്പോൾ Mnൻ്റെ ഓക്സീകരണ അവസ്ഥയാണല്ലോ നമ്മൾ X ആയിട്ട് എടുത്തത്. അപ്പോൾ നമുക്കിവിടെ Mnൻ്റെ ഓക്സീകരണ അവസ്ഥ കിട്ടും. എത്രയാണ്? +3 ആണ്. ഓക്കെ, ഈ ചിഹ്നം ഇടാൻ മറക്കരുത്. പ്ലസും മൈനസും നിങ്ങൾ ഇടാൻ മറക്കരുത്. ഓക്കെ, ഇവിടെ +3.